ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ലോകം കണ്ടതിൽ എല്ലാം കൊണ്ടും മികച്ച സാക്ഷ്യം പ്രാപിച്ച ഒരു ക്രിസ്തീയ പ്രവർത്തകനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹം ചില്ലറക്കാരനല്ല. അദ്ദേഹം പരമ്പരാഗതമായി ഒരു പൗരോഹിത്യ കുടുംബത്തിൽ നിന്നോ പാസ്റ്റർ ഫാമിലിയിൽ നിന്നോ വന്നതല്ല. അദ്ദേഹം ഒരു ഭക്തനായിരുന്നു, പക്ഷെ തീവ്രവാദിയായിരുന്നു. യഹൂദമതത്തിനെതിരെ ആര് സംസാരിച്ചാലും അവനെ നിഷ്കരുണം കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടെ ചില സുവിശേഷകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും സൂചനകൾ ബൈബിളിൽ ലഭിക്കുന്നു. എന്നാൽ അദ്ദേഹം പിന്നീട് യേശു കർത്താവിൻ്റെ ഒരു ഡയറക്റ്റ് ഇടപെടൽ നിമിത്തം, നേരിട്ടുള്ളൊരു ഇടപെടൽ നിമിത്തം, എൻകൗണ്ടർ എന്ന് പറയും, ദൈവസന്നിധിയിൽ വീണു. അവന് യേശുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് സ്വീകരിച്ചു. അവനൊരു മതത്തിൻ്റെ അംഗമാകുകയല്ല. പണ്ട് എങ്ങനെയായിരുന്നു അത് തന്നെ ഇപ്പോഴും. അന്നൊരു നെഗറ്റീവ് ടെററിസ്റ്റ് ആയിരുന്നെങ്കിൽ ഇന്നൊരു പോസിറ്റീവ് ടെററിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അവൻ അന്നൊരു വല്ലാത്ത തീവ്രവാദിയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഭക്തനായ തീഷ്ണതക്കാരനെന്നെ വിളിക്കാൻ പറ്റുള്ളൂ, തീവ്രവാദിനെ വിളിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് പോലും വിമർശനം ഉണ്ടായി. നിങ്ങൾ ബൈബിളിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പൗലോസിനെ അറിയാം. ഒരു അന്നൊക്കെയുള്ള ക്രിസ്ത്യൻ ലീഡേഴ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സാമ്പത്തിക സൗകര്യമുള്ള വീട്ടിൽ നിന്ന് വന്നയാളാണ്. മറ്റുള്ളവരൊക്കെ ഈ മീൻപിടുത്ത തൊഴിലാളികളല്ലേ. അദ്ദേഹത്തിൻ്റെ കുടുംബചരിത്രമൊക്കെ പറയുന്നുണ്ടല്ലോ. മറ്റു ചരിത്രങ്ങൾ പറയുന്നു സമ്പന്നനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി അതെല്ലാം വിട്ടുകളഞ്ഞെന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇതിൽ നിന്ന് 10 പൈസ സമ്പാദിച്ചിട്ടില്ല. അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക, ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കാതെ സുവിശേഷ വില ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ഫെയ്ത്ത്ഫുള്ളായ ഒരു മനുഷ്യനാണ് ആര്? ഈ പൗലോസ്. സ്തോത്രം 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 സ്തോത്രം. പക്ഷെ പുള്ളിക്കെതിരെ എന്തോരം വിമർശനത്തിൻ്റെ അമ്പുകളായി ഇതെന്നറിയാമോ? സൗകര്യവും സമാധാനം കൊടുക്കാത്തൊരു നിലപാടായിരുന്നു. അതെല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ഈ ദൈവദാസന്മാരെ വല്ലാതെ വിമർശിക്കുന്ന കാണും പലർക്കും വിഷമമുണ്ട്. എന്നെയും വിമർശിക്കാറുണ്ട്, മറ്റുള്ളവരെ വിമർശിക്കുന്ന ഞാൻ കാണാറുണ്ട്. എനിക്ക് സങ്കടമുണ്ട്. എന്നാൽ ഇതൊക്കെ കാണുമ്പോഴാണ് സന്തോഷമുള്ളത്. ഈ വാക്യമൊന്ന് കേട്ടേ. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാരി. എനിക്കെന്നെ നന്നായിട്ടറിയാം, എൻ്റെ ദൈവത്തിന് എന്നെ നന്നായിട്ടറിയാം. എനിക്ക് എന്നെ നന്നായിട്ടറിയാം, എൻ്റെ ദൈവത്തിന് എന്നെ നന്നായിട്ടറിയാം. അപ്പം നിങ്ങൾ എന്നെ വിധിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതൊന്നും ഞാൻ വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. എനിക്ക് വിഷമമുണ്ട്, പക്ഷെ ഞാൻ എടുക്കുന്നില്ല. കാരണം എനിക്ക് എന്നെ അറിയാം. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഞാൻ കർത്താവിനെ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. മത്സ്യത്തിന് വെള്ളത്തിലേ ജീവിക്കാൻ പറ്റുള്ളൂ, പോളിന് യേശുവിലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്നെ വിധിച്ചോ, കളിയാക്കിക്കോ, ചീത്ത കുറിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയാം. സുവിശേഷകരിൽ, പാസ്റ്റർമാരിൽ അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം. ആരന്വേഷിക്കുന്നത്? 1 ദൈവം അന്വേഷിക്കുന്നു, 2 സമൂഹം അന്വേഷിക്കുന്നു, 3 സഭ അന്വേഷിക്കുന്നു.
മറ്റുള്ളവരെ വിട്ടേരെ. കുറഞ്ഞ പക്ഷം ദൈവവേലക്കാരെങ്കിലും പാസ്റ്റർമാരെങ്കിലും വിശ്വസ്തരായിരിക്കും. ദൈവം അത് പ്രതീക്ഷിക്കുന്നു, ലോകം അത് പ്രതീക്ഷിക്കുന്നു, സഭയത് പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.